അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം ഒന്ന് വായിച്ചു നോക്കണം. അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് ഇബ്ലീസിന് പോലും അസൂയ തോന്നിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് സാക്ഷാൽ ഇബ്ലീസിന് പോലും അസൂയ തോന്നുകയാണ്. അല്ലാഹുവേ, അയ്യൂബ് നബിയെ കുറിച്ച് പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി ഇബ്ലീസ് പരാതി പറയുകയാ. എന്താണ് പറഞ്ഞതെന്നറിയുവോ? അല്ലാഹുവേ, അയ്യൂബ് നബി അലൈഹിസ്സലാം സുഖ ആഡംബരങ്ങൾക്ക് നടുവിലാണ് ജീവിക്കുന്നത്. അല്ലാഹുവേ, ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് ഭാര്യ മക്കൾ, വല്ലാത്ത കൊട്ടാരങ്ങൾ. അയ്യൂബ് നബി വല്ലാത്ത സുഖങ്ങളുടെ നടുവിലാണ് കഴിയുന്നത്. അയ്യൂബ് നബിക്ക് ദുരിതവും പ്രയാസവും പട്ടിണിയും ഒന്നും അയ്യൂബ് നബിക്ക് അറിയില്ല. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. ഇത് കണ്ടപ്പോഴാ ഇബ്ലീസിനെ സഹിക്കാൻ കഴിയാത്തത്. ഇബ്ലീസ് അല്ലാഹുവോട് പറയുന്നു, അല്ലാ, അയ്യൂബിന് നീ അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് നിനക്ക് നന്ദി കാണിക്കുന്നത്. നീ എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അയ്യൂബ് നിന്നെ മറക്കും പടച്ചവര്. അയ്യൂബ് നിന്നോട് നന്ദി കേട് കാണിക്കുമോ തമ്പുരാന്? അല്ലാഹു പറയുന്നു, എന്റെ അയ്യൂബ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അയ്യൂബ് നബി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇബ്ലീസ് പറയുന്നു, ഇല്ല പടച്ചവനെ, ചെയ്യും തമ്പുരാന്. അയ്യൂബിന് നീ പരീക്ഷണം കൊടുത്താ നിന്നെ അയ്യൂബ് മറക്കും തമ്പുരാന്. അല്ലാഹുവേ, അവിടുന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ ഇബ്ലീസ് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ല. അവസാനം ശൈത്താൻ അവിടെ ഇങ്ങനെ പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒറ്റ ദിവസം നേരം വെളുക്കുമ്പോ 81 വർഷക്കാലം സുഖ ആഡംബരങ്ങൾക്ക് നടുവിൽ ജീവിച്ചിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ വീടവിടന്ന് തകരുകയാണ്. തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും നശിച്ചു പോവുകയാണ്. തന്റെ സമ്പത്ത് മുഴുവനും നശിച്ചു പോവുകയാണ്. തന്റെ ഭാര്യ സന്താനങ്ങളിൽ പലരും മരണപ്പെട്ടു പോവുകയാണ്. ഇന്നലത്തെ കോടീശ്വരനുണ്ടല്ലോ, ഒരു നേരത്തിന് അന്നത്തിന് വകയില്ലാത്ത മനുഷ്യനായി അയ്യൂബ് നബി എവിടെന്ന് മാറുകയാ. അയ്യൂബ് നബിയുടെ സർവ്വതും നഷ്ടപ്പെട്ട് കഴിയുമ്പോ ഇബ്ലീസ് കടന്നു ചെന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറയുമ്പോ അയ്യൂബ് നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അൽഹംദുലില്ലാഹ്, എല്ലാം അല്ലാഹു തന്നു, ആ റബ്ബ് തന്നെ തിരിച്ചെടുത്തു. എല്ലാം അല്ലാഹു തന്നു, ആ പടച്ച റബ്ബ് തന്നെ എല്ലാം തിരിച്ചെടുത്തു. അയ്യൂബ് നബിയുടെ മറുപടി കേട്ട് ഇബ്ലീസ് തോറ്റുപോവുകയാ. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയും അയ്യൂബ് നബിക്ക് ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. ഒരു മാരകമായ രോഗമാണ്. ഇന്നങ്ങനെ ഒരു രോഗം ലോകത്തൊരു മനുഷ്യനുമില്ലല്ലോ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു രോഗം കൊടുത്തു പരീക്ഷിക്കുകയാണ്. ശരീരം മുഴുവനും പഴുക്കാൻ തുടങ്ങി. അവിടുന്ന് പഴുത്തു പൊട്ടാൻ തുടങ്ങി. അല്ലാഹുവേ, ചലമിങ്ങനെ ഒലിക്കാൻ തുടങ്ങി. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം അടിക്കാൻ തുടങ്ങി. ഇബ്ലീസ് പോയിട്ട് കുടുംബക്കാരോട് പറഞ്ഞു കൊടുത്തു, ഈ രോഗം പടരുന്നതാണ്, ഈ രോഗത്തിന് മരുന്നില്ല. ഈ അയ്യൂബിന്റെ ശരീരത്ത് വന്നിരിക്കുന്ന രോഗം പടർന്നു കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസമാണെന്ന് നാട് മുഴുവനും പറയാൻ തുടങ്ങി. അങ്ങനെ 81 വർഷക്കാലം ജനിച്ചു വളർന്നു നടന്ന സ്വന്തം നാടുണ്ടല്ലോ, ആ നാട്ടിൽ നിന്ന് അയ്യൂബ് നബിയുടെ കുടുംബക്കാര് വരെ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പുറത്താക്കുകയാണ്. അല്ലാഹുവേ, രോഗം പിടിച്ച ശരീരവുമായി അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഇറങ്ങുമ്പോ എല്ലാവരും കൈയൊഴിഞ്ഞപ്പോ അയ്യൂബ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹുവേ, ഒരേ ഒരു പെണ്ണ് മഹദിയായ റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ, പെണ്ണെന്ന് പറഞ്ഞ റഹ്മത്ത് ബീവിയെ പോലെയാകണം. ഒരു ഭാര്യ ആരാകണം? റഹ്മത്ത് ബീവിയുടെ ചരിത്രം വായിച്ചവരാകണം. റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ വേച്ച് രോഗം പിടിച്ച് നടന്നു പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, അയ്യൂബ് നബിയേ, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. അയ്യൂബ് നബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ടുപേരും നടന്നു പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, മരത്തിന്റെ ചുവട്ടിലിരിക്കുകയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, അവിടെ നിന്ന് മാംസങ്ങൾ താഴേക്ക് വീഴാൻ തുടങ്ങി. അല്ലാഹുവേ, പടച്ചവന് അയ്യൂബ്
നബിക്ക് നടക്കാൻ കഴിയാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു ഭാഗത്ത് വെച്ചിട്ട് അയ്യൂബ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ പടച്ചവൻ അടുത്തുള്ള വീടുകളിൽ പോയിട്ട് അവിടെ നിന്ന് പാത്രം കഴുകിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവന്ന് അയ്യൂബ് നബിയെ നോക്കുകയാ. പടച്ചവനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. അല്ലാഹുവേ അവസാനം തന്റെ പ്രിയപ്പെട്ട ഭാര്യ നോക്കുമ്പോ തന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് മാംസം ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. അയ്യൂബ് നബിയുടെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ താഴേക്ക് വീഴുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, നിങ്ങൾ ദുആ ചെയ്താ അല്ലാഹു ഉത്തരം നൽകുമല്ലോ, നിങ്ങൾ ദുആ ചെയ്താ റബ്ബ് സ്വീകരിക്കുമല്ലോ, അതുകൊണ്ട് അല്ലാഹുവിനോട് എന്റെ രോഗമൊന്ന് മാറ്റിത്താ അല്ലാ, ഒരു വട്ടമൊന്ന് ദുആ ചെയ്താ പോരെ നബിയേ, ഒറ്റ ഒരു പ്രാവശ്യം അല്ലാഹുവോടൊന്ന് ദുആ ചെയ്താ പോരെ, റബ്ബ് നിങ്ങളുടെ രോഗം മാറ്റി തരുമല്ലോ. റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കേട്ടപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടെ ഇരുന്ന് കരയുകയാ. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, പെണ്ണേ, എനിക്ക് അല്ലാഹുവോട് ചോദിക്കാൻ ലജ്ജയാ, എനിക്ക് അല്ലാഹുവോട് ദുആ ചെയ്യാൻ ലജ്ജയാണ്. 81 വർഷക്കാലം അല്ലാഹു എനിക്ക് ആരോഗ്യം നൽകി, സമ്പത്ത് നൽകി, അധികാരം നൽകി, സർവ്വതും അല്ലാഹു എനിക്ക് തന്നപ്പോ ഇന്ന് വരെ നീ പറഞ്ഞിട്ടുണ്ടോ അല്ലാ ഇതൊക്കെ എന്തിനാ എനിക്ക് തന്നതെന്ന് റബ്ബിനോട് ചോദിക്കാൻ? ഇന്ന് വരെ നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് അല്ലാഹു എനിക്ക് ചെറിയ ഒരു പരീക്ഷണം നൽകിയപ്പോ അല്ലാഹുവോട് പരാതി പറയാനോ? നിനക്കെന്നെ നോക്കി മടുത്തെങ്കിൽ നിനക്ക് നിന്റെ വഴി നോക്കാം. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴാ ഇത് പറയുന്നത്? റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ എവിടെ പോയാലും അയ്യൂബ് നബിയെ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. കൊച്ചുകുട്ടിയെ പോലെ അയ്യൂബ് നബി എല്ലും തോലുമായി അവിടെ നിന്ന് ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. എത്ര കൊല്ലമാ നടന്നതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, 18 കൊല്ലമാ വാപ്പാ. 18 വർഷക്കാലം പടച്ചവനെ കയ്യും കാലും തളർന്നു കിടക്കുന്ന മക്കളെ ചില വാപ്പമാര് കൊണ്ട് നടക്കുന്നത് പോലെ അല്ലാഹുവേ അയ്യൂബ് നബി എന്ന പ്രിയപ്പെട്ട ഭർത്താവിന് റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ 18 കൊല്ലമാ ചുമന്നുകൊണ്ട് നടന്നത്. അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുന്നു, മടുത്തെങ്കിൽ നിനക്ക് നിന്റെ വഴി നോക്കാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ എല്ലാ ദിവസവും ഇബ്ലീസ് വന്ന് നോക്കും അയ്യൂബ് നബി ദുആ ചെയ്യുന്നുണ്ടോ. അങ്ങനെ അവസാനം ഒരു ദിവസം നോക്കുമ്പോ അയ്യൂബ് നബി 2 കൈയും ഇങ്ങനെ ഉയർത്തുകയാണ്. അയ്യൂബ് നബി കൈ ഉയർത്തുകയാണ്. ഇബ്ലീസിന് സന്തോഷമായി അടുത്ത് ചെന്നിട്ട് നോക്കുകയാണ്. അയ്യൂബ് എന്താണ് ദുആ ചെയ്യുന്നത്? അയ്യൂബ് എന്താണ് റബ്ബിനോട് പറയുന്നത്? അയ്യൂബ് നബി കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ 18 കൊല്ലമായി തമ്പുരാനെ ഞാൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് പടച്ചവനെ എനിക്കൊരു പരാതിയുമില്ല. പടച്ചവനെ എന്റെ ശരീരം മുഴുവനും ഈ രോഗം പിടിച്ചിട്ട് എല്ലാം പൊട്ടിച്ചലങ്ങൾ ഒഴിക്കുന്ന അവസ്ഥയിൽ കിടക്കുമ്പോഴും എന്റെ നാവിനൊരു കുഴപ്പവുമില്ലായിരുന്നു റബ്ബേ. എനിക്ക് സുബ്ഹാനല്ലാഹ് പറയാ, എനിക്ക് അൽഹംദുലില്ലാഹ് പറയാ, എനിക്ക് അല്ലാഹു അക്ബർ പറയാ, നിന്നെ വാഴ്ത്താൻ എനിക്ക് കഴിയുമായിരുന്നു തമ്പുരാനെ. പക്ഷേ ഇപ്പൊ എന്റെ നാവിലും രോഗം വന്നിരിക്കുകയാ. എനിക്ക് ദിക്റ് പറയാൻ കഴിയുന്നില്ല തമ്പുരാന്, എനിക്ക് നിന്നെ വാഴ്ത്താനും പുകഴ്ത്താനും കഴിയുന്നില്ല തമ്പുരാന്. അതുകൊണ്ട് നാദാ വഇന്നി മസ്സനിയല്ലറു അന്ത അർഹമുർ റഹീമീൻ. അപ്പോഴും ദുആ ചെയ്തത് എന്തെന്നറിയുമോ? അല്ലാഹുവേ എന്റെ നാവിലെ രോഗമൊന്നു മാറ്റിത്താ അല്ലാ, എനിക്ക് ദിക്റ് പറയാൻ കഴിയുന്നില്ല അല്ലാ.
അപ്പോഴും അങ്ങനെയാ സഹോദരാ, അപ്പോഴും അയ്യൂബ് നബി ദുആ ചെയ്തത് അങ്ങനെയാണ്. പടച്ചവനെ, അയ്യൂബ് നബി കിടക്കുന്ന സ്വർഗമാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാ സഹോദരാ, എങ്ങനെയാണ് അയ്യൂബ് നബി കിടക്കുന്ന സ്വർഗം അല്ലാഹു നമുക്ക് തരുന്നത്? അയ്യൂബ് നബിയുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം അടിച്ചു വീശുമ്പോ യാചിക്കുന്നവര് പോലും അയ്യൂബ് നബിയാണെന്നറിയില്ലല്ലോ. പിച്ചക്കാരുണ്ടല്ലോ, യാചിക്കുന്നവരുണ്ടല്ലോ, അവര് പോലും പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നൊന്ന് എഴുന്നേറ്റ് പോക്, വല്ലാത്ത ദുർഗന്ധം അടിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥയിൽ കിടന്നിട്ട് പോലും അയ്യൂബ് നബി അല്ലാഹുവോട് പോലും ഒന്ന് ദുആ ചെയ്തില്ലെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു നിനക്ക് ക്യാൻസർ തരട്ടെ, നിനക്ക് ട്യൂമർ തരട്ടെ, നിന്റെ കിഡ്നി അല്ലാഹു തകർക്കട്ടെ, നിന്റെ ശരീരം അല്ലാഹു തളർത്തട്ടെ, നിന്റെ കൈകാലുകൾ അല്ലാഹു മുറിച്ചു മാറ്റട്ടെ, നിന്റെ ചെവിയുടെ കേൾവി എടുത്തു മാറ്റട്ടെ, നിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി എടുത്തു മാറ്റട്ടെ. അല്ലാഹു നിനക്ക് എന്ത് തന്നാലും അതിന് ഖൈറുള്ള മുസ്ലിമേ, അതിന് ഖൈറുള്ള മുസ്ലിമേ, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? രോഗം പിടിച്ചവരെ, കഷ്ടപ്പെടുന്നവരെ, പ്രയാസത്തിന്റെ നടുവിൽ കഴിയുന്നവരെ അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും തരുന്നുണ്ടെങ്കിൽ നീ വിചാരിച്ചോണം, ആർക്ക് നിന്നെ ഇഷ്ടമാണ്? ആർക്ക് നിന്നെ ഇഷ്ടമാണ്? ഈ ലോകം മുഴുവനും പടച്ചിരിക്കുന്ന റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന് നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാ അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നത് എന്ന് മനസ്സിന് പറഞ്ഞു പഠിപ്പിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്കപ്പറ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഒന്ന്, നിനക്ക് വീടില്ലേ? വേണ്ട. മക്കളില്ലേ? വേണ്ട. ഉള്ളപ്പോ തരട്ടെ. എങ്ങനെങ്കിലും സ്വന്തമായിട്ട് വീടില്ല വീടില്ല എന്ന് പറയുന്നവർ ഇന്ന് നമ്മൾ സലീം ഉസ്താദിന്റെ വീടിന് വേണ്ടി തുടങ്ങി. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ പലർക്കും പരാതി, ഉസ്താദ് വീടില്ല. വീടില്ലെങ്കിൽ അല്ലാഹു തരും. ക്ഷമിക്ക്, നീ സമാധാനത്തോടെ ധൃതി കാണിക്കരുത്, വെപ്രാളം കാണിക്കരുത്. അല്ലാഹു നിനക്ക് തരും വീട്. നിനക്ക് വീടില്ലെങ്കിൽ പടച്ച റബ്ബ് വീട് തരും. അല്ലാഹു നമുക്ക് വീടില്ലാത്തവർ അല്ലാഹു നല്ല ഭവനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പ വാടക വീട്ടിൽ കിടക്കണ ആരും അല്ല, ആരുമില്ല. എല്ലാവർക്കും ഇപ്പൊ ലോകന് മുസമ്മിൽ ഉസ്താദ് മാത്രമേ കാണത്തുള്ളൂ. മുസമ്മിൽ പോയാ ഇവിടെ സ്വന്തം വീടല്ലല്ലോ, പള്ളിയുടെ അല്ല. ഉണ്ടെങ്കിൽ ഇപ്പൊ മുസമ്മിൽ മാത്രമേ ഉള്ളൂ. മുസമ്മിലും വീട് പണി തുടങ്ങണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആസാമിലൊക്കെ ആണെങ്കിൽ പിന്നെ വീട് പണി തുടങ്ങാൻ വലിയ പൈസ ഒന്നും വേണ്ടപ്പാ. നമ്മുടെ നാട് പോലെ ആസാമിലൊക്കെ ആകുമ്പോൾ കുറച്ച് പൈസയേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും കൂടെ അല്ലേ മറ്റേ ഉസ്താദം കണ്ടോളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ സഹായിച്ചിട്ട് എല്ലാവരും കൂടെ അൽഹംദുലില്ലാഹ് സഹായം നൽകിയപ്പോൾ മുസമ്മിൽ ഉസ്താദ് എത്ര സെന്റാ? 10 സെന്റാ. എന്തായാലും മുസമ്മിൽ പോയാൽ വീട് വെക്കാനുള്ള സ്ഥലം ആസാമി മേടിച്ചിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വലിയ ഭാഗ്യവാന. ഞാൻ ഈ അടുത്തിങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിച്ചു, ബാങ്ക് വിളിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? അല്ല, ചിന്തിക്കണം. വലിയ ഭാഗ്യവാൻ അദ്ദേഹം. ഞാൻ ചോദിച്ചു എത്ര കൊല്ലമായി? 7 വർഷമായി ബാങ്ക് വിളിക്കാൻ തുടങ്ങിയിട്ട്. അദ്ദേഹം പഠിക്കണ കാലം മുതലേ പള്ളിയിൽ ബാങ്ക് വിളി. 7 വർഷം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസിന്റെ കിതാബിലുണ്ട് 12 കൊല്ലം ഏതെങ്കിലും ഒരു മനുഷ്യൻ ബാങ്ക് വിളിച്ച അവന് സ്വർഗമാണ് പ്രതിഫലമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 12 വർഷം 12 വർഷം ബാങ്ക് വിളിച്ചാൽ ഇപ്പൊ ആലോചിക്കുക, ഏറ്റവും കൂടുതൽ ഈ പായിപ്പാട് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഈ ചങ്ങാതിയ. കൈ പിടിച്ചോണം. ഈ പായിപ്പാട് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത്. കാരണം ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഈ ഭൂമിയിൽ ഏതെല്ലാം വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ അത് മുഴുവനും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ മുഅദ്ദിന് വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഭവനം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജമ്മിലെ സമാധാനത്തോടൊക്കെ തുടങ്ങണം കേട്ടോ. വസ്തുക്ക് എത്ര സെന്റ് വാങ്ങിച്ചിട്ടുണ്ട് അവിടെ? 6. 1 സെന്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സുന്നത്തായനെ 7. അപ്പൊ അൽഹംദുലില്ലാഹ് വീട് പണിയൊക്കെ സമാധാനത്തിൽ ഇപ്പോഴൊന്നും വേണ്ട. അപ്പൊ സലീം ഉസ്താദിന്റെ വീട് പണി നടക്കാം, പിന്നെ അള്ളാഹുടെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ അൽഹംദുലില്ലാഹ് നിനക്കും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്നേ? വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, രോഗികളായി കഴിയുന്നവർ, എന്നും രോഗം, എന്നും രോഗം, ക്യാൻസർ രോഗവും അങ്ങനെ ഓരോ രോഗം. ഇന്നിപ്പോൾ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ പ്രത്യേകിച്ച് ദുആ ചെയ്യണം, എൻ്റെ സഹോദരൻ്റെ കണ്ട കുട്ടിയെ നമ്മൾ ദുആ ചെയ്തു, ക്യാൻസർ രോഗമായിരുന്നു,
ഉസ്താദെ ഒരു ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, ആ ടെസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് വേണം മജ്ജ മാറ്റി വെക്കണോ ഉസ്താദെ ദുആ ചെയ്യണം. അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആ പൊന്നുമോളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ആ പെങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉസ്താദെ എൻ്റെ മകളെ ഈ കുട്ടിയെക്കാളും പ്രായം കുറഞ്ഞ ഒരു കുട്ടി വീണ്ടും ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ഉസ്താദ് ആ ഹോസ്പിറ്റലിൽ കിടക്കണ എല്ലാവർക്കും ദുആ ചെയ്യണം. കാരണം അത് അങ്ങനെ വരുമ്പോഴാണ് ഒരു പ്രയാസവുമായി പോകുമ്പോൾ നമ്മളെക്കാളും പ്രയാസം അനുഭവിക്കുന്നവർ അള്ളാഹു എല്ലാവർക്കും പരിപൂർണ്ണ ശിഫാ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു നമുക്ക് പരീക്ഷണം തരുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം, അമേരിക്കയുടെ പ്രസിഡന്റ് നമ്മളെ സ്നേഹിക്കൂല, ആര് നമ്മളെ സ്നേഹിക്കും? പറ. അമേരിക്കയുടെ പ്രസിഡന്റ് പോയില്ലേ, ഇപ്പൊ അടുത്ത ആള് വന്നില്ലേ? എന്താ ഒരു പഴഞ്ചൊല്ലുണ്ട്, കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്ത് മാളിക മുകളിൽ കയറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കെട്ടുന്ന എന്തൊരു തുടിയായിരുന്നു ഇല്ലേ, എന്തൊക്കെയായിരുന്നു ഇല്ലേ. അല്ലാ ആരാ? പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു പറയുന്നുണ്ട്, നമ്മളൊക്കെ ഓതാറുണ്ട്, തൂത്തിൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാ. അധികാരം അത് അല്ലാഹുവിന്റെ കയ്യിലുള്ളതാ. അധികാരം എന്ന് പറയുന്നത് പടച്ച റബ്ബിന്റെ കയ്യിലുള്ളതാ. അതല്ല ചിലർക്ക് കൊടുക്കും. അല്ല പറഞ്ഞതാ അധികാരം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ളതാ, ആ അധികാരം ഞാൻ ചിലർക്ക് കൊടുക്കും. ചിലർക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ആ അധികാരം കൊണ്ട് അവരെന്ത് ചെയ്യും? അള്ളാഹു അവരെ ഉയർത്തും. അല്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉയർത്തിയതുപോലെ അള്ളാഹു അധികാരം കൊടുത്തിട്ട് ചിലരെ ഉയർത്തും, അവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അള്ളാഹു അധികാരം കൊടുക്കും, അതോടുകൂടി അവന്റെ കാര്യം കട്ടപ്പുകയാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇപ്പോൾ പ്രസിഡന്റിനോട് ഇപ്പോൾ ഒരു കാര്യം, ഒരു അധികാരത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ക്ലാസ്സിൽ കയറിയ വലിയ രംഗങ്ങൾ, അതൊക്കെ പറയുന്നില്ല. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരിഷ്ടപ്പെടും? അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ള ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാ അള്ള നിനക്ക് രോഗം തന്നത്, അള്ളാഹു നിനക്ക് പരീക്ഷണം തരുന്നത്, അള്ളാഹു നിനക്ക് പ്രയാസം തരുന്നത്. എന്നിട്ട് രണ്ടാമതായിട്ട് അള്ളാഹു പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒറ്റ രാത്രി പനി പിടിച്ചത് ക്ഷമിച്ചതിന്റെ പേരിൽ ഒരേ ഒരു രാത്രി ഒരു പനി നിനക്ക് വന്നു, ആ പനി വന്നതിന്റെ പേരിൽ നീ ക്ഷമിച്ചാൽ നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു നിന്നെ ശുദ്ധീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഒരു പനി പിടിച്ചതിന്റെ പേരിൽ, ആ പനി പിടിച്ചത് ഒറ്റ രാത്രി ക്ഷമിച്ച അതിന് കിട്ടുന്ന പ്രതിഫലം ജീവിതത്തിൽ അന്ന് വരെ ചെയ്ത അല്ല പാപം പൊറുക്കെങ്കിൽ പിന്നെ നമ്മളെക്കാളും വലിയ ഭാഗ്യവാൻ ആരാ ഉള്ളത്? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പനി പിടിച്ചവൻ അല്ല കൊടുക്കുന്ന പ്രതിഫലം ഇതാണെങ്കിൽ ക്യാൻസർ പിടിച്ചവൻ എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞ ചിന്തിച്ചു നോക്ക്. ഒരു പനി പിടിച്ച മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടാ, ഒരു ഷർത്ത് കൂടെ ഉണ്ട്, അത് അവസാനം ഞാൻ പറയാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദ്, ഒരു പനി പിടിച്ചാൽ സ്വർഗം കിട്ടുമോ? അല്ല, ഒരു പനി പിടിച്ചതിന്റെ പേരിൽ അള്ളാഹു ഉമ്മ പ്രസവിച്ചതുപോലെ പാപങ്ങൾ മുഴുവനും കഴുകി ശുദ്ധമാക്കുവോ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹു നിന്നെ സ്നേഹിക്കുകയാണ്, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുകയാണ്. രണ്ട്, അള്ളാഹു നിന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു അവിടെ നിന്ന് പുറത്തു തരികയാ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. മഹാനായ പ്രവാചകൻ പറയുന്നു, ഇദാ അഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തിലാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ഉച്ച സമയത്ത് ഉദിച്ചു നിന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ. ഈ 10 മണി 9:30 സമയം കഴിഞ്ഞിട്ട് പോലും നമ്മൾ ഇവിടെ ഇരുന്ന് വിയർക്കുകയാണ്. എങ്കിൽ ഇത് ഒരു ചാണ മുകളിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ സീറ്റിന്റെ താഴെ നമുക്കിരിക്കാൻ പറ്റുന്നില്ല. കാല് തറയിൽ ചവിട്ടിയിരിക്കുമ്പോ കാലിന്റെ അടി ചൂടാവുകയാണ്. എങ്കിൽ നാളെ ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. ആ പടച്ച റബ്ബിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. ആ പരലോകത്തിൽ അല്ലാഹു നിന്റെ പ്രയാസങ്ങൾ മാറ്റി തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പരലോകത്തെ രക്ഷപ്പെടുമെങ്കിൽ പിന്നെ നിനക്കെന്തേ വേണ്ടത്? പരലോകത്തെ രക്ഷപ്പെടുമെങ്കിൽ പ്രവാചകന്മാരും അല്ലാഹുവേ പ്രവാചകന്മാര് പോലും തല താഴ്ത്തി നിൽക്കും.
നൽകുന്ന പരലോകമുണ്ടല്ലോ, ഒരു മനുഷ്യനും കണ്ട പരിചയം കാണിക്കാത്ത പരലോകമുണ്ടല്ലോ, മനുഷ്യന്മാര് സ്വാർത്ഥരായി പോകുന്ന പരലോകമുണ്ടല്ലോ. ആയിഷ ബീവിയോട് മുത്തുനബി പറഞ്ഞത്, ആയിഷ നിന്റെ മുന്നിലൂടെ ഞാൻ നടന്നു പോയാൽ നിനക്ക് രക്ഷമില്ല ആയിഷ, നിന്നെ ഒന്ന് സഹായിക്കാൻ കഴിയാത്ത സമയങ്ങളുണ്ട് ആയിഷ എന്ന മുത്തുനബി പോലും പറഞ്ഞു തന്ന ഭയാനകമായ പരലോകമുണ്ടല്ലോ. ആ പരലോകത്തിൽ നിനക്ക് പ്രയാസമില്ല, അവിടെ നിനക്ക് ടെൻഷനില്ല, അവിടെ നിനക്ക് അല്ലാഹു രക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ പ്രതിഫലം എന്താ? ക്യാൻസർ വരുമ്പോ കരയുന്നവര്, കൈകാലൊടിയുമ്പോ കരയുന്നവര്, അല്ലാഹു എന്തെങ്കിലും ഒരു രോഗം തരുമ്പോ വരുന്നവരോട് മുഴുവനും പരാതി പറയുന്നവര്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, നാലാമത്തെ പ്രതിഫലം എന്ത്? അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? റസൂലുള്ളാഹി പറയുകയാ, വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗം കാണാനുള്ള ഭാഗ്യവാ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാ, നിനക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു സീറ്റ് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പടച്ച റബ്ബ് നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം തന്നാൽ ആ പരീക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഭാഗ്യം അല്ലാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നുകൊണ്ടിരിക്കുകയാ, നമ്മുടെ ദറജകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. മൂന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിനക്ക് യാതൊരു ഭയവും വേണ്ട. നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നു. 2, 3 നിന്റെ ദറജകൾ അല്ലാഹു ഉയർത്തുന്നു. 4, നിനക്ക് അല്ലാഹുവിന്റെ പരലോകത്ത് യാതൊരു ഭയവും വേണ്ട. 5, നിനക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പക്ഷേ ഒരു ഷർത്തുണ്ട്, നല്ലതുപോലെ കേട്ടോണം. ഈ ഷർത്തിലെ നമ്മളൊക്കെ തോറ്റുപോകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ത് ചെയ്യാൻ പാടില്ല? സന്ദർശിക്കാൻ വരുന്നവരോട് എന്ത് പറയാൻ പാടില്ല? വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. രോഗം പിടിച്ചു കിടക്കണ ഒരാള് നമ്മളെ കാണാൻ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ എന്താ പറയാ? പരാതികൾ, ആവലാതികൾ അല്ലേ? എനിക്ക് അല്ലാഹ് ഇങ്ങനെ തന്നല്ലോ, എനിക്ക് അങ്ങനെ തന്നല്ലോ. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം കുട ഉടയ്ക്കുന്നത് പോലെയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വരുന്നവരോടൊക്കെ പറയാ, എന്ത് പറ്റി എനിക്ക് ഇങ്ങനെ അല്ലാഹ് തരാൻ? ഞാൻ തഹജ്ജുദ് വരെ നിസ്കരിക്കുമായിരുന്നല്ലോ പടച്ചോനെ, പാപങ്ങൾക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ, ഒരുപാട് സഹായിക്കുമായിരുന്നല്ലോ, പള്ളിക്കൊക്കെ വേണ്ടി എത്ര കൊടുത്തതാ ഞാൻ, എന്നിട്ട് അല്ലാഹ് എനിക്ക് എന്താ എന്നോട് ഇങ്ങനെ ഇല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പരാതി പറയരുത്. ഉസ്താദന്മാരോടൊക്കെ 4 കാര്യങ്ങൾ മറച്ചു വെക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്ക്, അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് സ്വർഗത്തിന്റെ നിധിയാണ്. ഈ 4 കാര്യം ഒരു മനുഷ്യനോടും പറയാൻ പാടില്ല. അത് രഹസ്യമായി വെക്കേണ്ട കാര്യമാണ്, അത് പരസ്യപ്പെടുത്തേണ്ട കാര്യമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ പരാതി പറയല്ലേ, നിങ്ങൾ ആവലാതി പറയല്ലേ. ഉസ്താദന്മാരോട് ദുആ ചെയ്യാൻ പറയുന്നതിൽ കുഴപ്പമില്ല, അത് രോഗം ശിഫയാകാനല്ലേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു ഏതെങ്കിലും ഒരു മനുഷ്യന് രോഗം കൊടുത്തു, എന്തെങ്കിലും ഒരു പ്രയാസം കൊടുത്തു, മഹാനായ പ്രവാചകൻ പറയുന്നു, ഇബ്തലൈതു അബ്ദുൽ മുഅ്മിനി വലം യുസ്കൂന ഇലൽ ഉവാദ്. തന്നെ സന്ദർശിക്കാൻ വരുന്നവരോട് ആവലാതി പറയാത്ത കാലത്തോളം അല്ലാഹു ആ മനുഷ്യന് 2 പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രോഗം പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ സന്ദർശകർ വരുമ്പോൾ അവരോട് ഒരു കാര്യം പറയാതിരിക്കുന്ന കാലത്തോളം 2 പ്രതിഫലം കിട്ടും. എന്ത് പറയുന്ന? ആവലാതി പറയാൻ പാടില്ല. അതങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, അതെനിക്ക് തന്നു, അങ്ങനല്ല, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല.
അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ ഓൻ്റെ അടുത്ത് പോയിരുന്നിട്ട് മരണത്തെക്കുറിച്ച് പറയാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യാ? അടുത്തിരുന്നിട്ട് ഓതുക, യാസീൻ ഓതുക, സൂറത്ത് ദുഹാൻ ഓതുക. കാരണം തീരാറായില്ല. അതുകൊണ്ട് കുടുംബക്കാരൊക്കെ കാണാനുള്ളവരൊക്കെ വന്ന് കണ്ടോ, തീരാൻ സമയമായെന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടുന്ന ടീമാ നമ്മൾ. ഇവിടെ സമയമാകുമ്പോൾ പോകും, അത് വേറെ. സമയമാകുമ്പോൾ പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ 2 ദിവസം, ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെ ഞാനിവിടെ ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ മകൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ പോയാൽ ഞാൻ പോകും. ആ വാപ്പായ്ക്ക് ക്യാൻസർ എങ്ങാണ്ടായിരുന്നു. അദ്ദേഹത്തിന് മകള് പറയാ, വാപ്പ റബീഉൽ അവ്വൽ മാസമായപ്പോൾ ചോദിച്ചു, മോളെ റബീഉൽ അവ്വൽ 12 എന്നാ വരുന്നത്? മകളോട് ചോദിക്കുക, റബീഉൽ അവ്വൽ 12 എന്നാ വരുന്നത്? അപ്പൊ ഇന്ന ദിവസം. അൽഹംദുലില്ലാ. റബീഉൽ അവ്വൽ ആയപ്പോഴേ മകളോട് പറഞ്ഞു, ഞാൻ റബീഉൽ അവ്വലിൽ പോകും കേട്ടാ. വലിയ ആലിമൊന്നുമല്ല മനുഷ്യൻ, ഒരു സാധാരണ ഒരു വാപ്പ മകളോട് പറഞ്ഞു കൊടുത്തു, മോളെ ഞാൻ റബീഉൽ അവ്വലിൽ പോകും കേട്ടാ. റബീഉൽ അവ്വൽ 12 എന്നാ മോളെ ഇന്ന ദിവസം. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു മുത്തല്ലിം പയ്യനുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, തൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനും കണ്ട വരുന്നൊരു മുത്തല്ലിം പയ്യനുണ്ടായിരുന്നു. മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, 5 സെന്റ് എഴുതി കൊടുത്തേക്കണം കേട്ടാ. അല്ലാഹു അലം. ഇവിടെ സ്വന്തം മക്കൾക്ക് കൊടുക്കണില്ലല്ലേ, കൂടപ്പുറപ്പുകൾക്ക് കൊടുക്കണില്ല. ആ പിതാവ് എന്നാൽ ഒരുപാടുള്ള മനുഷ്യനൊന്നുമല്ല. തൻ്റെ മക്കളോട് വസീയത്ത് ചെയ്ത് 5 സെന്റ് ആ മുത്തല്ലിമിന് കൊടുത്തേക്കണം, ഇവിടെ വീട് വെച്ച് താമസിക്കാൻ വേണ്ടി. ആ മക്കൾ എഴുതി കൊടുത്തു. ഞാൻ ഇന്നലെ പോകുമ്പോൾ പറഞ്ഞു, മറ്റേ നീക്ക് പോക്ക് എന്താപ്പാ ഇത് എഴുതാൻ എന്താ കൊടുക്കത്തില്ലേ? പോക്കരും എന്തെല്ലാം കണ്ട കൊടുത്തിരിക്കാന്ന്. ഉസ്താദെ എൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചു, ഉസ്താദെ നാളെ മറ്റന്നാളെ കിട്ടും, 40-ന്റെ അന്ന് കൊടുത്താൽ പോരെ ഉസ്താദെ? വാപ്പാടെ 40-ന്റെ അന്ന് കൊടുത്താൽ പോരെ. അള്ളാഹു ആ പിതാവിൻ്റെ മണ്ണർ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. വലിയ പണ്ഡിതനോ മഹാനോ സയ്യിദോ വലിയൊന്നും ആയിരുന്നില്ല, സാധാരണ 5 നേരം നിസ്കരിക്കുന്ന ഒരു പിതാവ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അദ്ദേഹമൊക്കെ നേരത്തെ കാലത്തെ പറഞ്ഞിട്ട് പോവാ. നമ്മളാണെങ്കിലോ അടുത്ത് പോയിരുന്ന് യാസീന് ഓതിയിട്ട് തിരിയും കത്തിച്ച് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചുമ്മാ കിടന്ന് ഉറങ്ങണ മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് ചുമ്മാതെ. എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ അടുത്തൊരുണ്ടായ ഒരു അനുഭവം. അള്ളാഹു അങ്ങനെ ഒരു ഗതികേടിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോക്കോളെ. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുക. മക്കളെല്ലാവരും കൂടെ വന്നു. എല്ലാവരും വന്നിട്ട് കാണേണ്ടവരൊക്കെ വന്ന് കാണുന്നുണ്ട്. എല്ലാവരും ഇരുന്ന് യാസീൻ ഓതലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറച്ചത്. ഒരു ദിവസം കഴിഞ്ഞു, തീരുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞ് തീരുന്നില്ല. 2-ാമത്തെ ദിവസമായി, തീരുന്നില്ല. 3-ന്റെ അന്ന് പറയാം, ഞാൻ പോയിട്ട് വരാം, ഞാൻ വീട്ടിൽ പോവാ, തീരുമ്പോ വിളിച്ചാൽ മതി എന്ന്. ആരാ പറയട മക്കള്? ശരി തന്നെയല്ലേ? അവൻ 2 ദിവസമായിട്ട് ഇപ്പൊ തീരും എന്ന് പറഞ്ഞ് കാത്തു കിടക്കാൻ മരിക്കാതെ വന്നപ്പോ പറയാ, കടയൊക്കെ അടച്ചിട്ടിട്ട് 2 ദിവസമായി, മക്കള് സ്കൂളിൽ പോകണം, മദ്രസയിലൊക്കെ പോകണം, ഇൻഷാ അല്ലാഹ് ഞാൻ പോവാ, തീരുമ്പോ വിളിച്ചാൽ മതി എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് പള്ളിയിലും കണ്ട വെച്ചിട്ടൊരു ചെറുപ്പക്കാരൻ ഫോണിൽ കൂടെ പറയാം, ആരോ മരിച്ചു, വാപ്പായം കണ്ട മരിച്ച്. അപ്പൊ മയ്യത്തെപ്പം കൊണ്ടുവരും, എത്ര മണിക്ക് കിടക്കും? അസർ നമസ്കാരത്തിന് സൈറ്റിൽ എത്തിച്ചേക്കുമെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പറഞ്ഞതറിയോ? ആരോടോ ഫോൺ വിളിച്ചോണ്ടിരിക്കുക. അപ്പോഴെ വാപ്പ ആരും മരിച്ചപ്പോ ചോദിച്ചു, എപ്പോഴാ കബറടക്കുന്നതെന്ന്. അസർ നമസ്കാരത്തിന് സൈറ്റിലെത്തും. എന്ത് സിമെന്റ്? എന്ത് വാപ്പാടെ മയ്യത്തെ? ഓൻ പറയണത് സൈറ്റിലെത്തും എന്നാ പറയണേ. ഇതാ അവസ്ഥ. ചിരിക്കൊന്നും വേണ്ട, നമ്മുടെ മക്കൾ എന്ത് പറയുമോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാഞ്ഞ ബുദ്ധിയാ എല്ലാത്തിനും കുരുട്ടു ബുദ്ധിയാ. എങ്ങനെയെങ്കിലും കൊണ്ടൊന്ന് അടയ്ക്കാ മതി. പണ്ടൊരുത്തൻ ഉമ്മാടെ ഖബറിന്റെ അടുത്ത് നിന്ന് ദുആ ചെയ്തപ്പോ റബ്ബറും ചാരി നിന്നതുപോലെയാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില മക്കൾ അങ്ങനെ മതിലും ചാരി ഇരിക്കും, ദുആ ചെയ്യാൻ പോലും ഉണ്ടാവത്തില്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആവലാതിയും പരാതിയും ഒന്നും പറയരുത്. രോഗം വന്നു, അൽഹംദുലില്ലാ, ക്ഷമിക്ക്. ഇതിനെ കാണാൻ ഒരാൾ വന്നു, അൽഹംദുലില്ലാ, അത് വായിച്ചു. ഇപ്പം എനിക്ക് അല്ലാഹു ഒരു പരീക്ഷണം നൽകി, അൽഹംദുലില്ലാ, ഞാൻ ക്ഷമിച്ചേ പറ്റൂ. ഞാൻ തലകുത്തി കിടന്നാൽ മാറുവോ? ഞാൻ തലകുത്തി കിടന്ന് നെഞ്ചത്തടിച്ച് വിളിച്ചാൽ എന്തെങ്കിലും മാറുവോ? മരുന്ന് കഴിച്ചാൽ മാറുവോ? ഇല്ല. അള്ളാഹു എനിക്ക് നിശ്ചയിച്ചതുപോലെ എൻ്റെ ജീവിതവും എൻ്റെ മരണവും നടക്കത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? അൽഹംദുലില്ലാ, ക്ഷമിക്കുക. എന്ത് വന്നാലും അള്ളാഹുടെ തീരുമാനം, അത് ക്ഷമിക്കുക, സഹിക്കുക. ഇവിടെ ഇല്ലെങ്കിൽ അവിടെയെങ്കിലും കിട്ടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആഖിറത്തിലെങ്കിലും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ വരുന്നവരോട് എന്ത് പറയണം? ദുആ ചെയ്യ്. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, നടക്കാം, കേൾക്കാം, നിസ്കരിക്കാം, ഭക്ഷണം കഴിക്കാം. എന്നെക്കാളും കഷ്ടപ്പെട്ട് എത്രയോ പേര് കിടക്കും. അൽഹംദുലില്ലാ, ദുആ ചെയ്യ്. ഇത്ര തന്നെ.
അല്ലാതെ പരാതി പറയാൻ പാടില്ല. അപരാധികൾ എനിക്കിത് വന്നല്ലോ, അങ്ങനല്ല, ഇത് പറയരുത്. അത് പറയാതെ ഇരുന്നാൽ 2 പ്രതിഫലം. 1, നീ അനുഭവിച്ച വേദനയ്ക്ക് പകരം അള്ളാഹു നിന്റെ പാപം പുറത്തു തരും. 2, അള്ളാഹു പെട്ടെന്ന് നിന്റെ രോഗം ശിഫയാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ നേട്ടം? 2 നേട്ടം. വീട്ടിൽ കാണാൻ വരുന്നവനോട് ഒരു പനി പിടിച്ചാലും നമ്മൾ എഴുതി ഒട്ടിക്കും അല്ലേ? ഒരു തലവേദന എന്നാൽ ചിലരൊക്കെ ഇപ്പൊ ഒരു തുണി നനച്ച് ഒട്ടിച്ചേക്കാം അല്ലേ? തലവേദന, വയ്യ പടച്ചവനെ, പൊട്ടണ വേദന, എന്തൊക്കെയായില്ലേ? തലയിൽ തോർത്തൊക്കെ വെച്ച് കെട്ടുക, ഒരു ചൂട് വന്നാൽ തുണി നനച്ച് വെച്ചിരിക്കുക, പനി. ആരെങ്കിലൊക്കെ നോക്കിയാൽ ഒരു ജലദോഷം, ചുമ. എന്തിനാപ്പ? എടാ, നിനക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആ അസുഖത്തിന്റെ പേരിൽ നീ ക്ഷമിക്കുകയും പരാതി പറയുകയും ചെയ്യാതിരുന്ന പെട്ടെന്നുള്ള നിന്റെ രോഗം മാറ്റും. അള്ളാഹു നിന്റെ രോഗം പെട്ടെന്ന് മാറ്റി പഴയതിനേക്കാളും ആരോഗ്യം അള്ളാഹു നിനക്ക് തരും. അതാ മനസ്സിലാക്കണ്ടേ. അള്ളാഹു നിനക്ക് ഉണ്ടായിരുന്ന ആരോഗ്യത്തിനേക്കാൾ നല്ല ആരോഗ്യം അള്ളാഹു തരും. 2, നിന്റെ പാപം അള്ളാഹു പൊറുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി പറയോ പരാതി? ആരോടും പറയരുത്. നിനക്ക് എന്തൊരു ഷാജിക്ക കൈവേദനയാണോ? മിണ്ടിയേക്കരുത്. അള്ളാഹോട് പറ. നടുവേദനയാണോ? യാത്രയൊക്കെ ചെയ്ത് വേദനയാണ്? പറയരുത്. അൽഹംദുലില്ലാ, ദുആ ചെയ്യ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, എപ്പോഴും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറഞ്ഞ വലിയ നേട്ടവാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇല്ല യളമൽ ജസാ മാ യളമൽ ബലാ. കയറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ട്. കയറ്റം കഴിഞ്ഞാൽ ഇന്ന മഅൽ ഉസ്രി യുസ്റ. ദുഃഖത്തിന്റെ പുറകിൽ സന്തോഷമുണ്ട്. നീ എന്ന് മനസ്സിലാക്ക്. നിനക്ക് അള്ളാഹു പരീക്ഷണം തരുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളണം നിനക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു. അത്ര മനസ്സിലാക്കിയാൽ മതി. നിനക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം അള്ളാഹു തരുന്നുണ്ടെങ്കിൽ, നീ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലായിക്കോ എന്തോ നല്ലത് നിനക്ക് വരാൻ പോകുന്നു. ആ വരാൻ പോകുന്ന നല്ലത് നീ ആയിട്ട് മുടക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം അള്ളാഹു തരുമ്പോ പരാതി പറയാതെ ഇരുന്നാൽ കിട്ടുന്ന 3 പ്രതിഫലം: 1, നിന്റെ പാപം പൊറുക്കും. 2, നിനക്ക് അള്ളാഹു പഴയതിനേക്കാളും ആരോഗ്യം തരും. 3, അള്ളാഹു നിന്റെ രോഗം പെട്ടെന്ന് ശിഫയാക്കി തരും. അള്ളാഹു എന്ത് രോഗമുണ്ടെങ്കിലും അള്ളാഹു നമുക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. സുഖമല്ലേ? സുഖമല്ലേ? പോരാ, ഒന്നുകൂടെ നല്ലതുപോലെ ഈ വാക്കായിരിക്കണം എപ്പോഴും. സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണെന്നല്ല, അൽഹംദുലില്ലാ, റാഹത്ത്, അതെന്നങ്ങ് പറഞ്ഞാൽ മതി. ഇത് എന്നെ വാക്ക്. അള്ളാഹു മരിക്കുന്നത് വരെ നമുക്കങ്ങനെ പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അത് പറയുന്നതിലൂടെ ഒരു അൽഹംദുലില്ലയ്ക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലം അറിയോ? ഒരു അൽഹംദുലില്ലയ്ക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലം എന്താ? പഠിക്കണം നമ്മൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 10 മണിയായിപ്പോ ഇല്ലേ? ഇപ്പൊ തന്നെ 10 മണി. 10 മണിയായി. എന്താ, ഞാൻ ഇന്നും വിചാരിക്കും 10 മണിക്ക് നിർത്തണമെന്ന്. എഴുതി വെച്ചതെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കണമെന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അൽഹംദുലില്ലയുടെ പ്രതിഫലം പറഞ്ഞിട്ട് പോകാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സഹാബിയ. അവിടെ ഒരു മകനുണ്ട്, വല്ലാത്ത സ്നേഹം ആ മകനോട്. എവിടെ പോയാലും കൂടെ കൊണ്ട് നടക്കും. തന്റെ മോനുമായിട്ടേ പോകും. അങ്ങനെ വാപ്പായും മോനും തമ്മിൽ വലിയ സ്നേഹബന്ധം. അങ്ങനെ ഒരിക്കൽ യാത്രയ്ക്ക് പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ കയ്യിൽ മകനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പൊന്നുപോലെ നോക്കിക്കോണം കേട്ടാ, എന്റെ മോനെ നല്ലതുപോലെ നീ നോക്കിക്കൊള്ളണം. അവിടെ നിന്ന് യാത്ര പറഞ്ഞു ചുംബനം കൊടുത്തു പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പോയി. കുറച്ച് ദിവസം ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മോന് പനി വരാൻ തുടങ്ങി. എന്തു മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല. ഞാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല. അവിടെ ഒന്നും പനി മാറുന്നില്ല. മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി, പനി കൂടാൻ തുടങ്ങി. ഭർത്താവാണെങ്കിൽ നാട്ടിലില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ പനി കൂടി മരണപ്പെട്ടു പോയി. അവിടെ നിന്ന് മരണപ്പെട്ടു. തന്റെ ചെറിയ മകൻ മരണപ്പെട്ടു. അവിടെ നീ എന്ത് ചെയ്യണമെന്നറിയില്ല. ഭർത്താവ് നാട്ടിലില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു തആല കുറേ നേരം കരഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് നേരെ ഇലാ ഹദ്റത്തി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, നബിയെ, അല്ലാഹ് എനിക്ക് തന്ന എന്റെ പൊന്നുമോൻ മരിച്ചുപോയി നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മു സുലൈം, ക്ഷമിക്ക്, അൽഹംദുലില്ലാ പറ. സ്വന്തം മകൻ മരിച്ചുപോയെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പോയി പറഞ്ഞ പെണ്ണിനോട്, ഉമ്മു സുലൈമിനോട് പ്രവാചകൻ പറഞ്ഞു, നീ ക്ഷമിക്ക്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നീ ക്ഷമിക്ക്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹനെ നീ സ്തുതിക്ക്, അൽഹംദുലില്ലാ പറ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അൽഹംദുലില്ലാ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ ചോദ്യം, ഭർത്താവ് നാട്ടിലില്ല. ഭർത്താവ് നാട്ടിലില്ല. വരുന്നതുവരെ കാത്തു നിൽക്കണോ നബിയെ? ഖബറടക്കണോ നബിയെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖബറടക്കാൻ. അങ്ങനെ തന്റെ പൊന്നാര മകനെ കുളിപ്പിച്ചു ഒരുക്കി അങ്ങനെ അവിടെ നിന്ന് ഖബറടക്കി.
ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാത്രി ഉമ്മു സുലൈം റളിയല്ലാഹു തആല ഒരു ദിവസം രാവിലെ ഇരുന്ന് വല്ലാത്ത പ്രയാസവാ. കാരണം നാളെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയാ. മകൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല. തന്റെ പൊന്നാര മകൻ മരണപ്പെട്ട വാർത്ത അറിഞ്ഞിട്ടില്ല. നാളെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാ. എന്തു പറയും? ഉമ്മു സുലൈം റളിയല്ലാഹു തആല വല്ലാതെ കരച്ചിലാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിറ്റേ ദിവസമുണ്ടല്ലോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു ചിരിക്കുന്ന മുഖത്തോടെ ഒരുങ്ങി വീടിന്റെ കവാടത്തിൽ നിൽക്കുകയാ. ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ പ്രിയപ്പെട്ട ഭർത്താവ് വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ കടന്നു നിൽക്കുന്നു. അവിടുന്ന് തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. ചിരിക്കുന്ന മുഖത്തോടെ സലാമടക്കി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വീടിന്റെ അകത്തേക്ക് വിളിച്ചു കയറ്റി. ഉടനെ ചോദിക്കുന്നു, ഉമ്മു സുലൈം, നമ്മുടെ പൊന്നുമോൻ എവിടെ പോയി? അവിടെന്ന് പറഞ്ഞു ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. മരിച്ചെന്ന് പറഞ്ഞില്ല. കാരണം ഭർത്താവ് വീട്ടിലേക്ക് മാസങ്ങൾ കഴിഞ്ഞ് വരികയാണ്. മരിച്ചെന്ന് പറഞ്ഞാൽ ആ പാപത്തിന്റെ നെഞ്ചു പൊട്ടുമല്ലോ. അതുകൊണ്ട് അവിടെന്ന് പറഞ്ഞു ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ. വീടിന്റെ അകത്ത് കടന്നു വന്നു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു, കുളിക്കാൻ വെള്ളമെടുത്തു കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും കൂടെ പടച്ചവനെ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അവിടെന്ന് ചിന്തിച്ചു, അല്ലാ, എന്റെ ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ, അത് സാധിപ്പിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയാണല്ലോ. മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തി. രണ്ടുപേരും കൂടെ കിടപ്പറയിൽ കിടക്കുകയാണ്. ശാരീരികമായി ബന്ധപ്പെടുകയാണ്. അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് തന്റെ ഭർത്താവിനോടൊരു ചോദ്യം ചോദിക്കുകയാ. തൽഹ, ആരെങ്കിലും അമാനത്തായി ഒരു സാധനം നൽകിയാൽ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? ബുദ്ധിയുള്ള പെണ്ണെങ്ങനെയാണ്? അവിടെന്ന് ചോദിച്ചു, ഏതെങ്കിലും ഒരു മനുഷ്യൻ അമാനത്തായി ഒരു സാധനം നൽകി അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? അതാ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിൽ കിടക്കുകയാണ്. അവിടെന്ന് പറഞ്ഞു, മണ്ടി പെണ്ണ്, ഏ ഉമ്മു സുലൈം, നിനക്കിതുവരെ അറിയില്ലേ അമാനത്ത് തിരിച്ചു ചോദിച്ചാ കൊടുക്കണമെന്ന്? അത് കൊടുക്കല് നിർബന്ധമാണല്ലോ. അതാ ഉമ്മു സുലൈം കരയുകയാണ്. അതുവരെ ശമിച്ചിരുന്ന ഉമ്മു സുലൈമിന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. അബൂ തൽഹ ചോദിക്കുന്നു, എന്തിനാ പെണ്ണെ നീ കരയുന്നത്? അവിടെന്ന് പറഞ്ഞു കൊടുത്തു, തൽഹ, അല്ലാഹ് അമാനത്തായി നമുക്കൊരു മകനെ തന്നല്ലോ, അവനെ അല്ലാഹു തന്നെ തിരിച്ചെടുത്തു തൽഹ. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ ഇടിത്തീ വീഴുന്നത് പോലെയാണ്. തന്റെ പൊന്നുമകൻ മരിച്ച വാർത്ത പിടഞ്ഞ് താഴെ വീഴുകയാണ്. പടച്ചവനെ താങ്ങാ കഴിയുന്നില്ല. വല്ലാത്ത വേദനയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. റബ്ബേ, ഏറ്റവും വലിയ വേദന എന്തെന്നറിയുവോ? തന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ വന്നപ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ. അവിടെ പറഞ്ഞു, ഇനി നീയുമായിട്ടൊരു ജീവിതം എനിക്കില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, കാരണമെന്താ? എന്റെ മകൻ മരിച്ച വാർത്ത ഇവള് മറച്ചു വെച്ചു നബിയേ, എനിക്ക് ഭക്ഷണം തന്നു നബിയേ, എന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റി നബിയേ, ഇവളെന്നോട് മകൻ മരിച്ചു പോയ വാർത്ത പറഞ്ഞില്ല എന്ന് മുത്തുനബിയുടെ ചാരത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ള വിളിക്കുന്നു, തൽഹാ, നീ എത്ര
എത്ര വലിയ ഭാഗ്യവാനാ തൽഹാ. ഇതുപോലെ ഒരു നല്ല പെണ്ണിനെ അല്ലാഹു നിനക്ക് ഭാര്യയാക്കി തന്നില്ലേ? അല്ലാഹുവേ, ഉപ്പയെക്കാലും വേദന ഉമ്മയ്ക്കല്ലേ? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചത് ഉമ്മയല്ലേ? പാല് കൊടുത്തത് ഉമ്മയല്ലേ? ഏതുമ്മയ്ക്കാ തന്റെ പൊന്നാര മകന് മരിച്ചെന്ന് കേട്ടാ സഹിക്കാൻ കഴിയുക? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ശമിക അബൂ തൽഹ, ശമിക അബൂ തൽഹ, ഇന്നലെ രാത്രി നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിനക്കൊരു പൊന്നുമോനെ തരും, അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഇവളെ എനിക്ക് വേണ്ട നബിയെ. കാരണം എൻ്റെ മകൻ മരിച്ച വാർത്ത വീട്ടിൽ കയറി വന്നപ്പോൾ എന്നോട് പറഞ്ഞില്ല. എനിക്ക് കഴിക്കാൻ ഭക്ഷണം നൽകി, ശാരീരികമായി ബന്ധപ്പെടാൻ എന്നെ കിടപ്പറയിൽ വിളിച്ചു നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിനക്കല്ല ഇങ്ങനെ ഒരു പെണ്ണിനെ തന്നില്ലേ? നിനക്ക് അല്ലാഹു ഇങ്ങനെ ഒരു ഭാര്യ നിനക്ക് തന്നില്ലേ? ഇതിനെക്കാളും നിനക്ക് എന്താ വേണ്ടേ? ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിങ്ങൾക്കൊരു ആൺകുട്ടിയെ തരും, അല്ലാഹു അവനിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഗർഭിണി പോലും ആയില്ല, അതിനു മുമ്പേ മുത്തുനബി പറഞ്ഞു കൊടുത്തു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മനസ്സിലാക്കേണ്ടത് അവിടെ ഗർഭിണി പോലും ആയില്ല, ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിങ്ങൾക്കൊരു മകനെ തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവും പ്രിയപ്പെട്ട ഭാര്യയും വീട്ടിലേക്ക് പോയി. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു ഗർഭിണിയായി 9.5 മാസം കഴിഞ്ഞു പ്രസവിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ വാതിലിൽ നിൽക്കുക. അവിടെ നിന്ന് വന്ന് പറഞ്ഞു, ഉമ്മു സുലൈം പ്രസവിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, പ്രസവിച്ചു, ആൺകുട്ടിയാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പാല് കൊടുക്കരുത്, പാല് കൊടുക്കരുത്. അവിടെ നിന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പാല് കൊടുക്കരുത്. ചോരക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുകയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, നബിയേ, അല്ലാഹു എനിക്ക് സന്തോഷം നൽകി നബിയേ, അല്ലാഹു എനിക്ക് സമാധാനം നൽകി. ദുഃഖത്തിന്റെ പുറകിൽ സന്തോഷമുണ്ടല്ലോ. അല്ലാഹു എനിക്ക് പൊന്നുമോനെ നൽകി. പ്രവാചകന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ഇതുപോലെ ഭാഗ്യമാർക്കാ. അല്ലാഹുവേ, ആ പൊന്നുമകന് അല്ലാഹുവിന്റെ പ്രവാചകന് ബാങ്കും ഇഖാമത്തും കൊടുത്തു. ബാങ്കും ഇഖാമത്തും മുത്തുനബിയാണ് ചെവിയിൽ കൊടുത്തത്. റബ്ബേ, അബ്ദുല്ലാ എന്ന് പേരിട്ടു, അബ്ദുല്ലാ എന്ന് പേരിട്ടു. ഈത്തപ്പഴമെടുത്തു വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ ഈത്തപ്പഴം കുഞ്ഞിന്റെ വായിൽ മധുരം വെച്ച് കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അബ്ദുല്ല ആരാ എന്നറിയോ? അബ്ദുല്ലയുടെ ചരിത്രം അറിയുവോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അബ്ദുല്ല ഹാഫിളായി, അബ്ദുല്ല ഹാഫിളായി. അവിടുന്ന് പ്രായപൂർത്തിയായി, അവിടുന്ന് വിവാഹം കഴിച്ചു. 11 മക്കള് ജനിച്ചു. അബ്ദുല്ലയ്ക്ക് 11 മക്കളുണ്ടായി. ആ 11 മക്കളും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം പറയുമ്പോ ഇല്ലാ യലമൽ ജസാ മഅയലമൽ ബലാ. ഉമ്മു സുലൈം പറഞ്ഞ ഒരു അൽഹംദുലില്ലയുടെ പ്രതിഫലവാ. അതുകൊണ്ട് മറന്നു പോകരുത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, രോഗങ്ങളും പ്രയാസങ്ങളും വേദനകളും കടന്നു വരുമ്പോ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. റബ്ബിനോട് ദുആ ചെയ്യണ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരുപാട് വേദന സഹിച്ച പ്രവാചകനാ. ഒരുപാട് വേദനകൾ സഹിച്ചല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പ്രവാചകനോട് അവിടുന്ന് മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് തയ്യാറെടുക്കാൻ പറയുകയാണ്. ഇസ്തിഗ്ഫാറുകൾ അധികമായി പറയാൻ പറയുകയാണ്. റബ്ബിനോട് തൗബ ചെയ്തു മടങ്ങാൻ പറയുകയാണ്. റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിക്കുന്നു, ബിലാലേ. മുത്തുനബിയുടെ വഫാത്തിന്റെ സമയമെടുത്തപ്പോ റസൂലുള്ളാഹിയോട് ഒരുങ്ങാൻ പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് വിളിക്കുന്നു, ബിലാൽ, ഞാൻ ഹജ്ജിന് പോകാൻ പോവുകയാണ്, ഞാൻ
ഹജ്ജിന് പോകുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോയി എന്റെ കൂടെ ഹജ്ജിന് വരാൻ മനസ്സുള്ളവരൊക്കെ തയ്യാറെടുക്കാൻ വിളിച്ചു പറയുകയാ. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും പോയി വിളിച്ചു പറയുകയാണ്, ഈ വർഷം അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കത്ത് ഹജ്ജിന് വേണ്ടി പോവുകയാ. മനസ്സുള്ളവരൊക്കെ തയ്യാറായിക്കോ, താല്പര്യമുള്ളവരൊക്കെ തയ്യാറായിക്കോ. ജനങ്ങൾ മുഴുവനും തയ്യാറെടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് എല്ലാ ഭാര്യമാരുടെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, ഒരുങ്ങിക്കോ, ഹജ്ജിന് പോകാൻ ഒരുങ്ങിക്കോ. എല്ലാവരും തയ്യാറെടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും കുടുംബവും സ്വഹാബത്തും എന്റെ പ്രിയമുള്ളവരെ മദീനത്ത് നിന്ന് ഇഹ്റാം കെട്ടി മക്കയിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ സ്വഹാബത്തിനോട് പറയുകയാ, സഹാബാ, ഹജ്ജിന്റെ അമലുകൾ മുഴുവനും നിങ്ങൾ നല്ലതുപോലെ പഠിച്ചുകൊള്ളണേ. ഹജ്ജിന്റെ അമലുകൾ മുഴുവനും നിങ്ങൾ നല്ലതുപോലെ പഠിച്ചുകൊള്ളണേ. ഇനി അടുത്ത വർഷം ഇത് പറഞ്ഞു തരാൻ ഞാനുണ്ടാകണമെന്നില്ല സ്വഹാബാ. മരണത്തിന്റെ സൂചന കൊടുക്കുകയാ, വഫാത്തിന്റെ സൂചന കൊടുക്കുകയാ. അടുത്ത വർഷം ഞാൻ ഉണ്ടാകണമെന്നില്ല, അടുത്ത വർഷം ഹജ്ജിന് ഞാൻ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹജ്ജിന്റെ അമലുകൾ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചുകൊള്ളണേ സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സൂചന കൊടുക്കുകയാ, പടച്ച റബ്ബേ, സ്വഹാബാക്കളിലും പലരും ഇരുന്ന് കരയുകയാണ്. പലർക്കും അതത്ര ദഹിച്ചില്ല. മുത്തുനബിയുടെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനയാണ് പ്രവാചകൻ കൊടുക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ഹജ്ജിന് പോയി റസൂലുള്ളാഹി തങ്ങൾ ഓരോ അമലുകളും കാണിച്ചു കൊടുക്കുകയാണ്. അവസാനം അല്ലാഹ് 1,24,000 പരം വരുന്ന സ്വഹാബത്തിന് സാക്ഷി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രഭാഷണം നടത്തിയല്ലോ. ലോക പ്രശസ്തമായ പ്രഭാഷണമാണ് അറഫ പ്രഭാഷണം. അറഫയുടെ മൈതാനയിൽ വെച്ച് അല്ലക്കും അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ആയത്തങ്ങ് ഓതുമ്പോ ഇസ്ലാം പരിപൂർണമായിരിക്കുകയാണ്. ഇസ്ലാം പരിപൂർണമായിരിക്കുകയാണ്. ഈ ആയത്ത് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് സന്തോഷിക്കുകയാണ്. അവര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോ സുബ്ഹാനല്ലാഹ്, സഹാബാക്കൾ മുഴുവനും സന്തോഷത്തോടെ ഇരിക്കുമ്പോ രണ്ടുപേരിരുന്ന് കരയുകയാ, രണ്ടുപേരിരുന്ന് കരയുകയാ. ആരാ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇരുന്ന് കരയുകയാണ്. എന്തിനാണ് എല്ലാവരും സന്തോഷിക്കുമ്പോ കരയുന്നത്? ഇസ്ലാം പൂർത്തിയായല്ലോ, ഇസ്ലാം പരിപൂർണമായല്ലോ. എന്തിനാണ് കരയുന്നതെന്ന് അബൂബക്കർ തങ്ങളോട് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന സ്വഹാബാ, ഇസ്ലാം പരിപൂർണമായാൽ ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് അടുത്തിരിക്കുകയാ. മരണമെടുത്തതിന്റെ സൂചനയാ, മരണമെടുത്തതിന്റെ സൂചനയാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിലേക്ക് അബൂബക്കർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും നോക്കുകയാണ്. റസൂലുള്ള ചിരിക്കുകയാണ്, റസൂലുള്ള ചിരിക്കുകയാണ്. സ്വഹാബത്ത് രണ്ടും കരയുമ്പോ പ്രവാചകൻ ഇരുന്ന് ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ അറഫ പ്രഭാഷണം, ആ നസീഹത്ത് തന്നെ ഒരു ദിവസം വാഴ്ന്നു പറയാനുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ പടച്ചവനെ സ്വഹാബികളുമായി ഹജ്ജിന്റെ അമലുകൾ മുഴുവനും അവിടുന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാ, അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാനം അവിടുന്ന് ഹജ്ജ് കഴിഞ്ഞു. റസൂലുള്ള കഅബാലയത്തോട് വിട പറയുകയാണ്. മുത്ത്
മുത്തുനബി അതാ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട് മുത്തുനബി അവിടുന്ന് കരഞ്ഞു ദുആ ചെയ്യുകയാ. അവിടുന്ന് സ്വലാം പറഞ്ഞ് വിട പറയുകയാണ്. അവിടുന്ന് സ്വലാം പറഞ്ഞ് പിരിയുകയാണ്. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇബാദത്തുകൾ അധികമാക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പിന്നെ പ്രവാചകന് സുജൂദ് വല്ലാതെ ദീർഘിപ്പിക്കുകയാണ്.